നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ മെസ്സേജ് നമ്മൾ ഒരുപാട് തവണ അയച്ചു കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് അയച്ചു കൊടുക്കുന്ന ആളുണ്ടാവും. ഇത് ഓരോന്നും നമ്മൾ ടൈപ്പ് ചെയ്യണം. ജസ്റ്റ് ഒരു നമ്മുടെ കീബോർഡിനകത്തുള്ള ഒരു ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു കൊടുക്കാം, നിങ്ങളുടെ ഇമെയിൽ ID അയച്ചു കൊടുക്കാം, നിങ്ങളുടെ ആധാർ നമ്പർ അയച്ചു കൊടുക്കാം, മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡിൽ ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആധാർ നമ്പറാണ് ഇവിടെ കാണുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ആധാർ നമ്പർ ഇതുപോലെ അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ ഗുഡ് മോർണിംഗ് എന്നാണെങ്കിൽ ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണും ഗുഡ് മോർണിംഗ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, അയച്ചു കൊടുക്കുക. മൊബൈൽ നമ്പർ വേണമെങ്കിൽ ജസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ മൊബൈൽ നമ്പർ കിട്ടും, അത് അയച്ചു കൊടുക്കാം. കീബോർഡിനകത്തുള്ള ഒരു അക്ഷരം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങൾക്ക് ആവശ്യമുള്ളതോ എല്ലാ സമയത്തും ആവശ്യമുള്ളതായിട്ടുള്ള രേഖകളൊക്കെ ഇതുപോലെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കീബോർഡിനകത്ത് ഒരു ക്ലിക്ക് ചെയ്ത് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത്. 3 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഞാൻ അതിലൂടെ ആദ്യം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പേഴ്സണൽ ഡിക്ഷണറി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് പേഴ്സണൽ ഡിക്ഷണറി എന്ന് സെർച്ച് ചെയ്തു, ഇവിടെ കാണാൻ സാധിക്കും ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പേഴ്സണൽ ഡിക്ഷണറി എന്നുള്ള സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഏത് ലാംഗ്വേജാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഫോർ ഓൾ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. അതിനുശേഷം നിങ്ങൾ ഏറ്റവും മുകളിൽ വലത് ഭാഗത്തൊരു പ്ലസ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ടൈപ്പ് വേർഡ് എന്നും രണ്ടാമത്തെ ഓപ്ഷൻ ഷോർട്ട് കട്ട് എന്നുള്ളതും. അപ്പോൾ ടൈപ്പ് വേർഡ് എന്നുള്ളിടത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് മൊബൈൽ നമ്പർ തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തു. എന്ത് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കിട്ടേണ്ടതെന്ന് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഷോർട്ട് കട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് വേണമെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യേണ്ട. ഇവിടെ മുകളിൽ കാണുന്ന ഈ അരോ മാർക്ക്, ഇടത് ഭാഗത്തേക്കുള്ള അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. ഇനി അടുത്ത വീണ്ടും ഇവിടെ വലത് ഭാഗത്ത് അവസാനത്തിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് പകരം ഞാനിപ്പോൾ ഇവിടെ ഗുഡ് നൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. താഴെ കാണുന്ന ഭാഗത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇടത് ഭാഗത്തേക്കുള്ള ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ഇവിടെ സേവ് ആയത് കാണും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ മറ്റേതെങ്കിലും നിങ്ങൾ എവിടെയാണോ ചാറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോവുക. കീബോർഡിൽ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഗുഡ് നൈറ്റ് എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. എന്ന് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഗുഡ് നൈറ്റ് വന്നു. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ ഇവിടെ ഗുഡ് നൈറ്റ് എന്ന് കാണാൻ സാധിക്കും. അടുത്തായിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പറിലാണ് എന്താണോ വേണ്ടത് കീബോർഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മൊബൈൽ നമ്പർ വന്നിരിക്കുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അയച്ചു കൊടുക്കാൻ സാധിക്കും. ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് ഒന്നാമത്തെ മെത്തേഡാണ് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് കീബോർഡിനകത്താണ്. ഇവിടെ കീബോർഡിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ബോർഡ് എന്നുള്ള കീബോർഡാണ്. ഈ കീബോർഡിനകത്താണ് ഈ പറയുന്ന സെറ്റിങ്സുകളൊക്കെ കിട്ടുക. നിങ്ങൾ ഏതെങ്കിലും കീബോർഡ് ഉപയോഗിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. ചില ആളുകൾ കമൻറ്റ് ചെയ്യും ഈ ഒരു ട്രിക്ക് എനിക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ബോർഡിൻ്റെ കീബോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഫീച്ചറുകളുള്ള പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന ഗൂഗിൾ കീബോർഡ് എന്നുള്ളത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുക. ഇവിടെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ഗൂഗിൾ കീബോർഡിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കീബോർഡ് ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ മുകളിൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ജസ്റ്റ് സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് നേരത്തെ മൊബൈൽ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്തതുപോലെ ഒരു ഡിക്ഷണറി എന്നുള്ള പേരിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഡിക്ഷണറി ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഡിക്ഷണറി എന്ന് ഇവിടെ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഉണ്ട്, അറബി ഉണ്ട്, മലയാളം ഉണ്ട്. ഇവിടെ മുകളിൽ ഓൾ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ മൊബൈൽ ഫോണിൽ പറഞ്ഞ പോലെ തന്നെ മുകളിൽ പ്ലസ് ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേർഡ് വേണ്ടതെങ്കിൽ വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണോ ഷോർട്ട് കട്ട് വേണ്ടതെങ്കിൽ രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്കത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക്. മൂന്നാമത്തത് നമ്മുടെ വാട്സപ്പ് ബിസിനസ്സിലാണ്. വാട്സപ്പ് ബിസിനസ്സിൽ ഇങ്ങനെ ഒരു സൗകര്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഈ ഒരു ഫീച്ചർ വാട്സപ്പ് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ടൂൾസ് എന്നുണ്ട്. ഓർക്കുക, നോർമൽ വാട്സപ്പിലല്ല, വാട്സപ്പ് ബിസിനസ് എന്ന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ആപ്പാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അവസാനത്തിലുള്ള ടൂൾസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വിക്ക് റീപ്ലൈ എന്നുള്ള ഓപ്ഷൻ കാണും.
ഈ ക്വിക്ക് റീപ്ലൈ എന്നുള്ള സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നേരെ ഷോർട്ട് കട്ടാണ് ഏറ്റവും ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ ഷോർട്ട് കട്ട് രണ്ടാമതാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്യുക. എന്താണോ മെസ്സേജ് വേണ്ടതെങ്കിൽ അത് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ശേഷം ഏറ്റവും മുകളിലുള്ള വലതു ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് വാട്സപ്പിൽ അത് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആർക്കാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അയാളെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കീബോർഡിൽ നിന്ന് നിങ്ങളുടെ കീബോർഡിൽ ഈ ഒരു സിമ്പിൾ കാണും, സ്ലാഷ് എന്നുള്ള ഈ സിമ്പിൾ. ജസ്റ്റ് സ്ലാഷ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം സ്ലാഷ് എന്നുള്ളത്. ഞാൻ ഇത്രയും മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്താൽ യെസ്, അതായത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്, എനിക്കൊരു പണിയുമില്ല. ഇവിടെ മൊബൈൽ ഫോണിൻ്റെ കീബോർഡിലുള്ള ഈ സ്ലാഷ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ടൈപ്പ് ചെയ്ത മെസ്സേജൊക്കെ അവിടെ കാണും. ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വാട്സപ്പിലും ഈ ഫീച്ചർ ഉപയോഗിക്കാം. കീബോർഡിനകത്ത് ഈ ഫീച്ചറുണ്ട്, മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഫീച്ചറുണ്ട്. 3 ടിപ്സാണ് നമ്മൾ പരിശോധിച്ചത്.